തിരുവനന്തപുരം ചാലയിലെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. വലിയ ദുരന്തം ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇത് ആളൊഴിഞ്ഞ് വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമല്ല. ആൾപ്പെരുമാറ്റമില്ലാതെ കാട് കയറിക്കിടന്ന് ആൽമരം മുളച്ചതുമല്ല. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ചാലയിലെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും ഈ കോംപ്ലക്സ് പരിസരത്തെത്തുന്നത്. 1983 അന്നത്തെ കേരള ഗവർണർ പി രാമചന്ദ്രനാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. 42 വർഷങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം. 3 നില കെട്ടിടമാണ്. അതിൽ താഴത്തെ നിലയിലെ കടമുറികൾ മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. മുകളിലെ 2 നിലകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. വിണ്ടടർന്ന ചുമരുകളുടെയും കോൺക്രീറ്റ് അടർന്നു വീണ മേൽക്കൂരകളുടെയും ഇടയിലാണ് അനേകം മനുഷ്യർ ഉപജീവനത്തിനായി കച്ചവടം നടത്തുന്നത്. ലാഭത്തിന് പച്ചക്കറികൾ വാങ്ങാൻ സാധാരണക്കാരാണ് ചാല മാർക്കറ്റിലെത്തുന്നത്. ഇവരുടെ എല്ലാം ജീവന് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇളകി വീഴാറായി ഇരിക്കുന്നതും തുരുമ്പെടുത്ത കമ്പികളും കാണാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള മാർക്കറ്റ് കോംപ്ലക്സിന് മുന്നിലാണ്. ആൽമരങ്ങൾ മുളച്ച ചുമരുകളും വിണ്ടടർന്ന മച്ചുകളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അധികൃതരുടെ ഈ അനാസ്ഥ വലിയ ആപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും മുമ്പ് കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.